നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ രാത്രികാല കർഫ്യൂ നിലവിലുള്ള കുവൈറ്റിൽ കൂടുതൽ കോവിഡ് നിയന്ത്രണ നടപടികൾ വന്നേക്കുമെന്ന ഭയത്താൽ ആളുകൾ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ട്. സഹകരണ സംഘങ്ങളിൽ ഏതാനും ദിവസങ്ങളായി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. കോവിഡ് കേസുകൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ പോലുള്ള നിയന്ത്രണ നടപടികൾ ഉണ്ടായേക്കുമെന്ന ജനങ്ങളുടെ ആശങ്കയാണ് ഇതിനു കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നവരും കർഫ്യൂ കാരണം പകൽ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയതും തിരക്ക് കൂട്ടാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സാമൂഹിക അകലം പാലിക്കാതെയുള്ള ഈ തിരക്ക് വൈറസ് വ്യാപനത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധൻ നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ കരുതൽ ശേഖരം ആവശ്യത്തിനുണ്ടെന്നും ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്ന ഭീതി വേണ്ടെന്നും സാധനങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതായത് കുവൈറ്റിൽ 1 വർഷം വരേക്കുള്ള ഭക്ഷ്യ കരുതലുണ്ടെന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഭക്ഷ്യ ഇറക്കുമതി അസാധ്യമാക്കുന്ന ഘട്ടത്തിൽ പോലും 1 വർഷം വരെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നതല്ല. ചിലപ്പോൾ 1 വർഷത്തിനിപ്പുറം ബാക്കിയുണ്ടാവുമെന്ന് സ്റ്റോക്ക് വിലയിരുത്തിയ ശേഷം അധികൃതർ വ്യക്തമാക്കി. പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വന്നാലും അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് സംവിധാനമൊരുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പൊതുവെ 6 മാസം വരേക്കുള്ള ഭക്ഷ്യസാധനങ്ങളാണ് സ്റ്റോക്ക് ചെയ്യാറുള്ളത്. എന്നാൽ കോവിഡ് കാലത്ത് ഇവയുടെ സംഭരണശേഷിയും ഇറക്കുമതിയും കൂട്ടിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യസുരക്ഷയെ കരുതി ജനങ്ങൾ ഭയക്കേണ്ടതില്ലെന്നും ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ജനങ്ങളുടെ ഭയാശങ്കകൾ മുതലെടുത്തും കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇത് കണ്ടെത്തുന്നതിനായി ശക്തമായ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കർഫ്യൂ ആരംഭിച്ചതിനു ശേഷം ചില ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെന്നും അസാധാരണ വർധനയില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.